അതൊക്കെ വ്യക്തിപരമായിട്ട് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യത്യാസമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഫേക്കാണ് ഉടനെ തന്നെ പുള്ളി പ്രസ് മീറ്റ് ഈവൻ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് നമ്മുടെ സെക്രട്ടറി ഒരു ലെറ്റർ ഈവൻ കൊടുത്തു. സിനിമ സംസാരിക്കട്ടെ എന്നുള്ളതാണ്. ഇത് ഫേക്കാണ് ഉടനെ തന്നെ പുള്ളി പ്രസ് മീറ്റ് ഈവൻ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് നമ്മുടെ സെക്രട്ടറി ഒരു ലെറ്റർ ഈവൻ കൊടുത്തത്. അത് സത്യമാണ്. അന്ന് വെച്ച് അത് ആള് തന്നെ ഇപ്പം വന്ന് പറഞ്ഞല്ലോ, മറ്റാരും വന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ടിട്ടാണ് അങ്ങനെ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ നിന്ന് ഒരു ലെറ്റർ കൊടുക്കും. താരസംഘടനയും നിങ്ങളെല്ലാവരും ഒരുമിച്ച് പോകുന്നതാണ് നിർമ്മാതാക്കൾ. താരസംഘടന കൂട്ടത്തോട് തിരിച്ചുവിടുന്നു. ഇപ്പം താരസംഘടന ഒരു വിഷയം പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിർമ്മാതാക്കൾക്ക് എന്തെങ്കിലും വിഷയം വന്നാണ്, താരങ്ങളുമായിട്ട് വിഷയം പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് താരസംഘടന നിലനിൽക്കുന്നത്. അത്തരം ഒരു പിരിച്ചുവിടലും ഒളിച്ചോട്ടവും താരസംഘടന നടത്തിയെന്ന് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് തോന്നുന്നു. അല്ല, അങ്ങനെയല്ല. അതിപ്പം പലർക്ക് പല അഭിപ്രായങ്ങൾ ഇപ്പം പറയാമല്ലോ. അപ്പോൾ ചിലർ ഇപ്പം പറയുന്നുണ്ടായിരുന്നു വേണ്ട, എല്ലാം കൂടെ എല്ലാവരോടും ഒരുമിച്ച് രാജിവെക്കേണ്ട. അതൊക്കെ വ്യക്തിപരമായിട്ട് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യത്യാസമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ അവരാണല്ലോ രാജിവെച്ചത്. അതിനകത്ത് നമുക്കിപ്പോൾ എന്താ, നമുക്ക് ഈ പുറത്തു നിന്ന് ഒരു അഭിപ്രായങ്ങൾ മാത്രം പറയാനല്ലേ പറ്റുള്ളൂ. സാന്ദ്രയുടെ വിഷയത്തിൽ അടിയന്തരമായ ഒരു മീറ്റിംഗ് ചേരാൻ എന്തെങ്കിലും തീരുമാനമുണ്ട്? അല്ല, സാന്ദ്രയുടെ വിഷയത്തിൽ അടിയന്തരമായിട്ട് മീറ്റിംഗ് ചേർന്നിരുന്നു. വീണ്ടും അവരുടെ പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നു. അല്ല, നമ്മളിപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചേർന്ന് തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ലാസ്റ്റ് മീറ്റിങ്ങിൽ. ഇനിയിപ്പോൾ അടുത്ത എക്സിക്യൂട്ടീവ് ഇപ്പം ഈ അടുത്ത ആഴ്ച ഉണ്ടല്ലോ, അപ്പം നമ്മളത് ചേർത്ത് വെച്ചുകൊണ്ടിട്ട് സംസാരിക്കും. അറ്റ്ലീസ്റ്റ് ഇനിയിപ്പം ആം തന്നെ എടുക്കുകയാണെങ്കിൽ വലിയൊരു ബഡ്ജറ്റിൽ വരുന്നൊരു സിനിമ, അപ്പം മലയാള സിനിമ ഇൻഡസ്ട്രി ഇപ്പോൾ നേരിടാത്ത വലിയൊരു പ്രതിസന്ധിയിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. അത് സിനിമയെ ബാധിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. നമ്മൾ സിനിമ എപ്പോഴും നല്ല സിനിമ ആണെങ്കിൽ, ഇൻട്രസ്റ്റിംഗ് സിനിമയാണെങ്കിൽ സിനിമ പോയി കാണും. അപ്പം ഞാൻ തന്നെ സിനിമയിലുള്ള ആളാണ്. എത്ര സിനിമകൾ കാണാതിരിക്കുന്നു, എത്ര സിനിമകൾ കാണുന്നു. അപ്പം നല്ലതെന്ന് ഉള്ള സിനിമ കേൾക്കുന്ന സിനിമകളാണ് നമ്മൾ പോയി കാണുന്നത്. അത്തരത്തിൽ ഈ ആം എന്ന് പറയുന്ന, അല്ല ARM എന്ന് പറയുന്ന സിനിമ ഒരു നല്ല സിനിമയാണ്, ഒഴിവാക്കാൻ പറ്റത്തില്ലാത്തതാണ്, മസ്റ്റ് വാച്ച് എന്ന് തോന്നുന്ന അല്ല എന്ന രീതിയിൽ അഭിപ്രായം കിട്ടുന്ന സിനിമയാണെങ്കിൽ ഉറപ്പായിട്ട് ആൾക്കാർ കണ്ടിരിക്കും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടിട്ടാണല്ലോ നമ്മൾ ഇത്ര റിസ്ക് എടുത്തിട്ട് ഈ സിനിമ ഇപ്പോൾ ഇറക്കുന്നത്. കാരണം ഈ സിനിമ ഇപ്പോൾ ടൊവിനോ പറഞ്ഞ ബഡ്ജറ്റൊന്നും അല്ല. നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈവൻ പറയണ്ട, റിയൽ ആയിട്ടുള്ളത് പോലും പറയണ്ട, വന്ന് കാണട്ടെ, ഞെട്ടട്ടെ എന്നൊക്കെയാണ് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനും ഒന്നും പറയാൻ വേണ്ടിയിട്ട് പോയില്ല. അപ്പോൾ ഈ സിനിമ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ഒരു CGക്ക് തന്നെ നമ്മൾ എത്രയോ കോടികളാണ് മുടക്കിയിരിക്കുന്നത്. 8-10 കോടി രൂപ മേളിൽ നമ്മൾ അതിന് ഈവൻ മുടക്കിയിരിക്കുന്നത്. 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. 150 ദിവസത്തെ ഷൂട്ട്, ഇത്രയും ആർട്ടിസ്റ്റ്, ഇത്രയും ജൂനിയർ ആർട്ടിസ്റ്റ് അഭിനയിച്ചേക്കുന്നു, ഇത്രയും പിന്നെ എന്താണ് ഇല്ലാത്ത ഒരു എക്യുപ്മെൻസും ഇല്ല. അപ്പോൾ അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാമറകൾ യൂസ് ചെയ്തേക്കുന്നു. അപ്പോൾ അത്രയും ഉള്ളൊരു സിനിമയ്ക്ക് എത്ര ബഡ്ജറ്റ് ഇവനാവും, മനസ്സിലായി? നമ്മളിപ്പോൾ ഇതൊരു ഭയങ്കര ബ്രഹ്മാണ്ഡ സിനിമയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈവൻ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതെ, അൺവാണ്ടഡ് ഹൈപ്പ് നമുക്ക് വേണ്ട. അതുകൊണ്ടാണ് സിനിമ സംസാരിക്കട്ടെ എന്നുള്ളതാണ്.